യാത്രയ്ക്കിടെയാണ് ഒരു സംഘർഷം സംഭവിച്ചത്. എന്താണെന്ന് അറിയില്ല. ദീപക്, കേൾക്കാമോ? എന്താണ് സംഭവിച്ചത്? പിന്നെ തിക്കിലും തിരക്കിലും പോലീസ് ഇടപെട്ടതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ പ്രവർത്തകരുടെ അണികളുടെ നീണ്ട നിര കാണാം. നല്ല തിരക്കുണ്ട്. പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിനിടയ്ക്കുള്ള ഒരു സംഘർഷമായി അതിനെ കണ്ടാൽ മതിയെന്ന് തോന്നുന്നു. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നുണ്ട്. പാർട്ടികളും UDF-ഉം LDF-ഉം തമ്മിലുള്ള സംഘർഷമായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പുറത്ത് സ്വരാജിൻ്റെ ബാനറുണ്ട്, അപ്പുറത്ത് ഷൗക്കത്തിൻ്റെയും. ദീപക് മലയമ്മ, ദീപക്, ഇപ്പോൾ എന്താണ് രണ്ട് റാലികളും ഒരേ സ്ഥലത്ത് സംഗമിക്കുകയാണോ ഉണ്ടായത്? അതാണോ ഈ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്? സ്മൃതി, അല്പം മുൻപാണ് എം സ്വരാജിനുള്ള സ്വീകരണം അത് നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ തൊട്ടടുത്തേക്ക് എത്തിയത്. ആ ഘട്ടത്തിൽ തന്നെയാണ് നിലമ്പൂർ നഗരത്തിലൂടെ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട റോഡ് ഷോ കടന്നു പോകുന്നുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ CPM പ്രവർത്തകർ ഒരു വശത്തും ആ റോഡിന് പ്രവർത്തകരും കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനിടെ ചില അസ്വാരസ്യങ്ങൾ പുകഞ്ഞു എന്നുള്ളതാണ്. പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചേട്ടകൾ കാണിച്ചു. അത് ചെറിയ രീതിയിലുള്ള കുന്തും തള്ളിലേക്കും കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വം ഇടപെട്ടു, പോലീസും ഇടപെട്ട് രണ്ട് കൂട്ടരെയും ഇവിടെ നിന്നും പരസ്പരം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോയ കാര്യങ്ങൾ ശാന്തമായി എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന പ്രാദേശിക നേതൃത്വം പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ ഇടപെടുന്നതും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ UDF-ന്റെ റോഡ് ഷോ ഇങ്ങനെ ആ റോഡിന്റെ നടുവിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട്. അതേസമയം തന്നെ നിലമ്പൂർ നഗരത്തിന്റെ കേന്ദ്രഭാഗത്ത് അവിടെ നേരത്തെ സ്വരാജിന് സ്വീകരണവുമായി എത്തിയിട്ടുള്ള CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ള LDF പ്രവർത്തകർ ഇവിടെ ഉണ്ട് താനും. ഏതായാലും മറ്റൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഒരു ആവേശ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയായി കൂടി വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ. ഇപ്പോൾ കൂക്കിവിളികളാണ് പരസ്പരം ഈ ഒരു മേഖലയിൽ നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ നേതാക്കൾ ഇടപെട്ട് CPM-ന്റെ ഉൾപ്പെടെ നേതാക്കൾ ഇടപെട്ട് UDF-ന്റെ പ്രവർത്തകരെ ഇതുവഴി കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. ഒരു കൊട്ടിക്കലാശത്തിന് ഏതർത്ഥത്തിലാണോ ആവേശമുണ്ടാകാറുള്ളത് ആ ഒരു അർത്ഥത്തിൽ തന്നെയുള്ള ആവേശത്തിലേക്ക് എം സ്വരാജ് ഉൾപ്പെടെ മണ്ഡലത്തിലേക്ക് എത്തിയ ഈ ഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ഔപചാരികമായിട്ടുള്ള പ്രചാരണം കോടതിപ്പടിയിൽ നിന്ന് 2:30-ക്കാണ് LDF-ന്റേത് തുടങ്ങേണ്ടത്. അതിന് മുന്നോടിയായി തന്നെ സ്വീകരണ പരിപാടി അവസാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ആവേശ പോരിലേക്ക് നിലമ്പൂർ കടക്കുന്നു എന്നുള്ളതിന്റെ എല്ലാ സൂചനകളും കാണിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ നഗര മധ്യത്തിൽ തന്നെ UDF-ന്റെയും LDF-ന്റെയും പ്രവർത്തകർ വലിയ ആവേശ പ്രകടനം നടത്തുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായും പോലീസും ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളും ഇടപെട്ട് UDF-ന്റെയും ഒപ്പം തന്നെ LDF-ന്റെയും പ്രവർത്തകരെ അനുനയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ UDF-ന്റെ റാലി ഇവിടെ നിന്നും, അതായത് നിലമ്പൂർ നഗരത്തിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. നിലമ്പൂർ റെസ്റ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് കടന്നു പോയിരിക്കുന്നു. അതേസമയം ഈ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ, നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ള CPM-ന്റെ ആ ഒരു മേഖലയിലേക്കാണ് സ്വീകരണം എം സ്വരാജുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ സ്വരാജ് ഉൾപ്പെടെ ഈ ഒരു സ്വീകരണ പരിപാടി അവസാനിച്ചു എന്ന് ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോഴും LDF പ്രവർത്തകർ പൂർണ്ണമായും ഇവിടെ തന്നെ തമ്പടിച്ചു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ പാർട്ടിനൊപ്പം തുള്ളുന്നതും ആ നിലയ്ക്ക് ഒരു ആവേശ പോരിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്നതുമൊക്കെ കാണാൻ സാധിക്കുന്നു. എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ പൂർണ്ണമായും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഇനിയിപ്പോൾ പ്രചാരണം ചൂട് പിടിക്കുന്ന ഘട്ടത്തിൽ അത് ഏതർത്ഥത്തിലും ഈ മണ്ഡലം പിടിക്കുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചും നിലവിൽ സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയ്ക്ക് PV അൻവർ ഉൾപ്പെടെ വിട്ടുപോയ ഘട്ടത്തിൽ അതൊരു ചതിയാണ് എന്നുള്ളത് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് LDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് LDF-ന്റെയും അഭിമാന പോരാട്ടമാണ് തുടർ ഭരണം എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ LDF ഒരു വശത്ത് നീങ്ങുന്നു. അതേസമയം തന്നെ തുടർ ഭരണമല്ല, ഈ സർക്കാരിനുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കാൻ പോകുന്നത് എന്നുള്ള നിലപാടെടുത്ത UDF-ഉം ഒരു വശത്ത് അണിനിരക്കുന്നു. അങ്ങനെ ഒരു ആവേശപ്പോരിന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായി പ്രവർത്തകർ ആവേശം അതിൻ്റെയൊക്കെ ഒരു അലയലികളാണ് ഈ ഒരു ആദ്യ ദിവസം. പ്രത്യേകിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ UDF പുറപ്പെടുന്നേയുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു DJ വാഹനം, അതിലെ അനൗൺസ്മെന്റ് വാഹനം UDF-ൻ്റേത് കടന്നു പോകുന്ന സമയമാണ്. അപ്പോഴും പ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടെ വലിയ രീതിയിൽ ഉന്തുതള്ളുമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിയും ഒപ്പം തന്നെ PV അംഗവും മറ്റ് MLA-മാരും ഉൾപ്പെടെ എം സ്വരാജിൻ്റെ ഈ ഒരു സ്വീകരണ പരിപാടിയുടെ ഭാഗമായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു
സ്വീകരണ പരിപാടിയാണ് CPM LDF ഒരു വശത്ത് സംഘടിപ്പിച്ചത്. അതേസമയം തന്നെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുകയും ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനിയിപ്പോൾ ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന UDF-ഉം വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ കൂട്ടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം UDF-നെ സംബന്ധിച്ച് ഉണ്ട്. PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് UDF-ലേക്ക് ഇല്ലെന്നും മത്സരിക്കാൻ തനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകില്ല എന്ന UDF ക്യാമ്പ് കൂടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി ഇത് മാറാൻ പോകുന്നത്. ആ ഒരു പോരാട്ടത്തിൻ്റെ ആവേശം പൂർണ്ണമായും നിലമ്പൂരിൻ്റെ നഗരകേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു നട്ടുച്ച നേരത്ത് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും സാധിക്കുക.